ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ മാമീൻ്റെ വീട്ടിലേക്ക് പോവുക. മാമീനെ 7ാം മാസത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടാവാൻ വേണ്ടി വരികയാണ് കേട്ടോ. ഇന്ന് കുഞ്ഞൂസാണ് എല്ലാ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ കുഞ്ഞൂസാണ്. ചേച്ചിയും കുട്ടിമക്കളൊക്കെ അതേ രാവിലെയാണ് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ രാവിലെയാണ് എത്തിയത്. അങ്ങനെ നമ്മൾ അവർ വരുമ്പോഴേക്കുള്ള വെള്ളം കലക്കാൻ കേട്ടോ. ഫൈനലി ഇതേ വെള്ളം കലക്കാൻ തീരുമാനിച്ചു. ചായ ഉണ്ടാക്കണോ വെള്ളം ഉണ്ടാക്കണോ എന്ന് അവസാനം ആലോചിച്ച് ഞങ്ങളതേ വെള്ളം കലക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഋഷിക്കുട്ടനാണ്. നമ്മളവിടെ കിച്ചണിൽ വെള്ളപ്പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് ഇതേ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് അമ്മമ്മയാണ്. അമ്മമ്മയും ചെറിയമ്മയും അമ്മു ചേച്ചി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞൂസിനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ കുട്ടി വ്ളോഗേഴ്സും ഇതേ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. കുഞ്ഞാറ്റി ഇതേ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. കുട്ടികളാവുമ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാവല്ലോ വീഡിയോ എടുക്കുക. അപ്പൊ അതേ ചിന്നു വന്നപ്പോൾ ഞാൻ നേരെ ഫോൺ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ അതേ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ കുടുംബക്കാരെന്നെ കൂടിക്കഴിഞ്ഞാൽ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടാവും. അത്രയും ആൾക്കാരാണ്. എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോഴേക്ക് ഇത് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിട്ടോ. ശരിക്കും നമ്മൾ കല്യാണ സാരി ഉടുക്കണം എന്നാണ്, പക്ഷെ കല്യാണ സാരിയുടെ ബ്ലൗസ് എനിക്ക് കൊള്ളുപോലും ഇല്ലേ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ അതേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണം വേറെ ഒന്നിനുമല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വന്ന് തിരക്കായി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോ എടുക്കാന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഈ പോസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, കല്യാണത്തിനാണ് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പോസിലും നമ്മൾ നിന്നിട്ടുള്ളത്. സോ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ എന്തുമാത്രം തടിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവണം കേട്ടോ. അത്യാവശ്യം നല്ലോണം അത് ഞാൻ തടിച്ചിട്ടുണ്ട്. ഏട്ടന്റെ കൂടിയും എന്റെയും കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്തതിന്റെ ശേഷം ചേച്ചിയുടെ എടുത്തമ്മേന്റെ കൂടെ പിന്നെ കുട്ടി പട്ടാളങ്ങളെ കൂടിയും കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിലേന്നും അവരവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് വിളി വന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നേരത്തെ താഴേക്ക് ഇറങ്ങി. ഏട്ടന്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്റെ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും കേട്ടോ. പിന്നെ കല്യാണത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ കല്യാണം കൊറോണ കല്യാണം ആയതുകൊണ്ട് ഒരുപാട് ആളൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള പല പേരും അന്ന് കല്യാണത്തിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേ അവരിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പോവാണ്. ഈ ഫസ്റ്റിൽ വരുന്ന പ്രായമായ 2 പേരെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചനും അമ്മമ്മയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. ഇവരെല്ലാവരും ഒരു വണ്ടിക്കാണ് വന്നേട്ടോ. അപ്പൊ ചേച്ചി ഏട്ടനും അതേ പുറകിൽ വരുന്നുണ്ട്. അച്ഛമ്മേനെയും കൊണ്ട് അവര് കാറിലാണ് വരുന്നത്. അങ്ങനെ അവരും എത്തിയിട്ടോ. അച്ഛമ്മയും പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് വരുന്നത് കല്യാണശേഷം. കാരണം പ്രായമായതുകൊണ്ട് അധികം യാത്ര ഒന്നും ചെയ്യാത്തതുകൊണ്ട് വരാറില്ലായിരുന്നേ. മുന്നിലൂടെ കൊണ്ടുവന്ന ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നിറച്ച് പലഹാരങ്ങളാണ്. ചടങ്ങ് പ്രകാരം 7ാം മാസം കാണാൻ വരുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പലഹാരങ്ങളാണ് കേട്ടോ. ധ്രുവക്കുട്ടൻ വന്ന പാടിയതേ അവിടുത്തെ അമ്മമ്മയുടെ കയ്യിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്യാണ്. ഈ വന്നതിൽ അധികം പേരും ഞാൻ പറഞ്ഞ മാതിരി എന്റെ കല്യാണത്തിന് ഉണ്ടാവാത്ത പലരും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ വരാത്ത ഒരുപാട് പേരുമാണ്. വെള്ളമൊക്കെ കുടിച്ച് പുറത്തിരുന്ന് ഫ്രഷ് ആയതിന് ശേഷം എല്ലാവരോടും അകത്തേക്ക് കയറാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അമ്മ വന്നപ്പോൾ കുട്ടിമക്കൾക്ക് കുറച്ച് മിഠായിയുടെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം കൊടുക്കാണ് കേട്ടോ. ചടങ്ങും കാര്യങ്ങളൊന്നല്ല, ചെറിയ കുട്ടികൾ മാത്രല്ല കേട്ടോ. അതിന്റെ പേരിൽ ഇടയിൽ വലിയ ചില കുട്ടികൾ ആ മിഠായി വാങ്ങുന്നുണ്ടായിരുന്നേ. അച്ഛനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. കാരണം അച്ഛപ്പം നാട്ടിലില്ല കേട്ടോ. ബാംഗ്ലൂർ അമ്പലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലീവിന് വന്നതാണ്. എല്ലാവരും വന്നത് സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഫുഡ് പുറത്ത് വിളമ്പൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആദ്യത്തിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വന്നവരെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനും ഇരുന്നു കേട്ടോ. ചേച്ചിയുടെയും അമ്മയുടെയും എല്ലാവരുടെയും കൂടെ. നമുക്ക് അവിടെ കയറാൻ പ്രത്യേകിച്ച് മുഹൂർത്ത സമയമൊന്നുമില്ല. 4 മണിക്ക് മുന്നേ നമ്മൾ വീട്ടിൽ കയറിയാൽ മതി. അപ്പൊ പോകുന്നതിന് മുന്നേ ചേച്ചി ഒന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കാരണവന്മാർക്കും അതുപോലെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ വെറ്റിലടക്ക വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ.
അങ്ങനെ ദേ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. വെറ്റിലടക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നേരെ ദേ തിരിഞ്ഞു നോക്കാണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു തിരിഞ്ഞു നോക്കാൻ പാടില്ല, നേരെ പോകണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് എന്നൊക്കെ എടുക്കും. പോകാൻ വേണ്ടി കാറ് കയറി ഇരുന്നതിന് ശേഷം ദേ കരയിപ്പിക്കാൻ വേണ്ടി ചിന്നും ഏട്ടനും കൂടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ കരഞ്ഞില്ല ഗൈസ്, കാരണം അവിടെ നിന്ന് അങ്ങോട്ട് 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോരാം, ഏട്ടൻ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ടീഷേ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലേ. അങ്ങനെ ഞാനിതാ യാത്രയാവുകയാണോ സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും കാണാം. നമ്മളെ വണ്ടി പോകുന്നതിൻ്റെ പിന്നാലെയാണ് കേട്ടോ അവരിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇത് ഏട്ടൻ യാത്രയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് ഇതേ അച്ഛൻ വിളക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വിളക്ക് പിടിക്കുന്നില്ല, കാരണം ഞാൻ ചിക്കൻ കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതേ അകത്തോട്ട് കയറുകയാണേ. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ ഫംഗ്ഷനൊന്നുമില്ല, വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നു, അവിടുത്തെ ഫാമിലിയിലെ ആൾക്കാർ കൂടി കൂട്ടിക്കൊണ്ട് വന്ന് ഉള്ളിലേക്ക് കയറി. ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് സെറ്റാവണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.